രാവിലെ അടുക്കളയിൽ നിന്ന് ദോശ ചുടുന്ന അമ്മയുടെ മുഖം പിടിച്ചു നോക്കിയിട്ട് അവൾ ചോദിച്ചു, വേദനയുണ്ടോ? മുഖത്തിന് അടി കിട്ടിയാൽ പിന്നെ വേദന എടുക്കാതെ ഇരിക്കുമോ എന്ന് അമ്മ നിർവികാരമായി ചോദിച്ചു. ശേഷം അമ്മ ചായ എടുത്ത് മകളുടെ കയ്യിൽ കൊടുത്തിട്ട് അച്ഛനെ വിളിച്ചുണർത്താൻ പറഞ്ഞു. എന്നാൽ ചായയുമായിട്ട് ചെന്ന അച്ഛനെ വിളിച്ചെങ്കിലും അയാൾ എണീറ്റില്ല. കുറെ തട്ടി വിളിച്ചിട്ടും അയാൾ എണീറ്റില്ല. അവൾ അയാളുടെ മൂക്കിലും പിന്നെ പൾസും നോക്കിയ ശേഷം അമ്മയെ വിളിച്ചിട്ട് അച്ഛൻ എഴുന്നേൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അമ്മ വെപ്രാളപ്പെട്ട് ഓടി വന്ന് അയാളെ തട്ടി വിളിച്ചെങ്കിലും അയാൾ എണീറ്റില്ല. അമ്മ മോളോട് നീ പോയി വണ്ടി വിളിച്ചുകൊണ്ട് വാ, അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൾ പ്രത്യേകിച്ച് ഒരു വിഷമവുമില്ലാതെ കൂളായിട്ട് അറ്റാക്ക് ആയിരിക്കും, അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മയെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് അമ്മയോട്, അമ്മയ്ക്ക് ഇപ്പോൾ ഉള്ളിൽ ചെറിയൊരു സന്തോഷം തോന്നുന്നില്ലേ, ഒരു സമാധാനവും എന്ന് ചോദിച്ചു. അമ്മ മകളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്നിട്ട് അവൾ പറഞ്ഞു, ഇവിടെ കിടക്കട്ടെ, 2 ദിവസം കഴിഞ്ഞ് എല്ലാവരെയും അറിയിച്ചാൽ മതി. കൊറോണ ആയതുകൊണ്ട് പുറത്തുനിന്ന് ആരും വരില്ലെന്നും അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. 2 ദിവസമൊക്കെ വെച്ചാൽ നാറില്ലേ എന്ന് ചോദിച്ചപ്പോൾ, എങ്കിൽ 1 ദിവസമെങ്കിലും വെക്കാമല്ലോ എന്ന് അവൾ പറഞ്ഞു. അയാളുടെ മരണം അവർക്കൊരു നഷ്ടം അല്ല എന്നും ഒരു തുടർന്നങ്ങോട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ വാതിൽ അവർക്ക് മുൻപിൽ തുറന്നതാണെന്നും അവരുടെ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കാം. ഒട്ടും താമസിച്ചില്ല. സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ ദിനം ബീഫൊക്കെ വാങ്ങി കറി വെച്ചു മരിച്ചു കിടക്കുന്ന അച്ഛന്റെ അടുത്ത് പോയിരുന്നു തന്നെ അവൾ ആസ്വദിച്ചു കഴിച്ചു. അമ്മ എല്ലാ ബന്ധുക്കളെയും വിളിച്ച് കുശലാന്വേഷണമൊക്കെ നടത്തി. അവർ പാട്ടുപാടിയും ഡാൻസ് കളിച്ചും ഉച്ചവരെ ഉച്ച കഴിഞ്ഞ് അമ്മ സഹോദരന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവൾ ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് കൂട്ടുകാരുടെ വീട്ടിൽ പോയി. കൂട്ടുകാരിയെ കൊണ്ട് അവൾ തന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുപ്പിച്ചു. അങ്ങനെ സ്വന്തം അച്ഛനെ പേടിക്കാതെ അവർക്കിഷ്ടമുള്ളതൊക്കെ അവർ ചെയ്തു. അവർ തിരിച്ചു വന്നപ്പോഴും അയാൾ ആ കട്ടിലിൽ അനക്കമില്ലാതെ അതേ കിടപ്പ് കിടക്കുകയാണ്. വൈകിട്ട് ആഹാരവും എടുത്ത് ടിവിയുടെ മുൻപിൽ വന്നിരുന്ന അവളെ നിരാശപ്പെടുത്തിക്കൊണ്ട് മറ്റൊന്നായിരുന്നു സംഭവിച്ചത്.